നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ, മുൻപോട്ട് പോകാൻ ഇനി പാതയൊന്നും കാണുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ, തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പിശാച് കൊണ്ടുവരുന്ന പിശാചിന്റെ കുറെ തന്ത്രങ്ങളുണ്ട്, അവന്റെ കുറെ കണക്കൂട്ടലുകളുണ്ട്. നിങ്ങളെ തകർത്ത് കളയാനായി പിശാച് ഉണ്ടാക്കുന്ന ചില കണക്കൂട്ടലുകൾ. ഈ സമയത്ത് ഇവനെ തകർക്കാം, ഈ സമയത്ത് ഇവനെ മുടിച്ചു കളയാമെന്ന് പ്ലാൻ ചെയ്യുന്ന ചില തന്ത്രങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്ന ദൂത് കേൾക്കുക. നിങ്ങൾ ഏത് പ്രതികൂലത്തിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങളെ തകർക്കാൻ പിശാച് കൊണ്ടുവരുന്ന ഒരു ആലോചനകളും ഒരു തന്ത്രങ്ങളും നടപ്പാകുകയില്ല. ദൈവം അതിന് നിങ്ങളെ വിട്ടു കൊടുക്കത്തില്ല. ശോധനകൾക്കകത്തൂടെ ദൈവം കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ, തീജ്വാലയാണെങ്കിലും സിംഹക്കുഴിയാണെങ്കിലും പൊട്ടക്കിണറാണെങ്കിലും അതിനകത്ത് തകരാൻ ദൈവം സമ്മതിക്കുകയില്ല. അവിടെ കിടക്കുമ്പോൾ പിശാച് വേണേൽ പ്ലാൻ ചെയ്യും, ഇതോടെ തീർത്തേക്കാം, മൂടിയേക്കാന്ന്. പക്ഷേ സമ്മതിക്കുകയില്ല. ഫറോ ഇസ്രായേലിനെ വിട്ടയച്ച ശേഷവും ചെങ്കടലിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, ചെങ്കടലിലേക്കാണ് പോകുന്ന കണ്ടപ്പോൾ ഫറോ ഒരു പ്ലാൻ ചെയ്ത കാര്യം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫറോയും അവന്റെ സൈന്യവും അക്കാലത്തെ വലിയ സൈനിക ശേഷിയുള്ളവരാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ പടക്കുതിരകൾ വലിയ പവർഫുള്ളാണ്. മറ്റ് രാജ്യങ്ങളൊക്കെ ഇന്ന് അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ ഇസ്രായേലിൽ നിന്നൊക്കെ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് പോലെ ഈജിപ്തിൽ നിന്നാണ് യുദ്ധത്തിനുള്ള ഉപകരണങ്ങൾ, അത് പടക്കുതിരകളും തേരും ഒക്കെയാണ്. അപ്പൊ ഭയങ്കര ചാരിയറ്റ്സ് ആണ്, അവരുടെ പവർഫുൾ ആയിട്ടുള്ള ഹോഴ്സസ് ആണ്, ഹോഴ്സ് പവർ ആണ് അവർക്കുള്ളത്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് ഫറോ തീരുമാനിക്കുകയാണ്, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും, എൻ്റെ വാൾ ഞാൻ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. എന്താ സംഭവിച്ചത്? ഇതാണ് ശത്രു പറയുന്നത്. ഇപ്പൊ എന്നാ ഈ ചെങ്കടലിന്റെ വാതുക്കൽ മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുകയാണ്. ഈ സമയം നല്ല തക്കവാ, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും, എൻ്റെ വാളൂരും, ഞാൻ അവരെ നിഗ്രഹിക്കും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും. ഒരു കാര്യം ഓർത്തോണം, ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന് ഇസ്രായേലിനെ പുറപ്പെടുവിക്കാൻ കഴിയുമെങ്കിൽ മരുഭൂമിയിൽ അവരെ സംരക്ഷിക്കാനും അറിയാം, വഴിയിൽ അവരുടെ തടസ്സങ്ങളെ മാറ്റി അവരെ പുറത്തു കൊണ്ടുവരുവാനും ദൈവത്തിന് ശക്തിയുണ്ട്. അത് ഇന്ന് വരെ ഫറവോ കണ്ടിട്ടില്ലായിരിക്കാം. ഈ കടലിനെ ദൈവം വിഭാഗിക്കുന്നു, പക്ഷെ അതും കാണും. ഉറപ്പായി ഞാൻ പറയാം, നിങ്ങൾ ഇന്ന് വരെ പോയിട്ടില്ലാത്ത ചില പുതിയ വഴികളിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. അതിനായി പുതിയ പ്രതികൂലങ്ങൾ ദൈവം അനുവദിക്കുന്നത്. ദൈവം അറിയാത്തതും അനുവദിക്കാത്തതുമായ പ്രതികൂലങ്ങളൊന്നുമില്ല. ആ പ്രതികൂലങ്ങൾക്കകത്തും ദൈവം പുതിയ വഴികൾ കരുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നശിക്കുവാൻ പിശാച് ഉണ്ടാക്കുന്ന ഒരു തന്ത്രവും ഫലിക്കുകയില്ല. എനിക്കറിയില്ല ഈ ദൂത് ആരോടാണ് പറയുന്നത്, പക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന ഒരു തന്ത്രവും ഫലിക്കുകയില്ലെന്ന് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. അത് നിങ്ങൾ ഏറ്റെടുത്തോണം. ആമേൻ, ഹല്ലേലൂയ. ശത്രുവിന്റെ ഒരു തന്ത്രങ്ങളും ഈ 124-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ആ റെസ്റ്റോറേഷനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. നമ്മെ അവളുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു, കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ ദൈവം മടക്കിക്കൊണ്ടുവരിക, പ്രവാസത്തിന് ദൈവം മടക്കിക്കൊണ്ടുവരുന്ന കാര്യമാണ്. പക്ഷി കെണി പൊട്ടി പുറത്തു വരുന്നത് പോലെ കെണിക്കകത്ത് വീണ് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. ആ കെണിയിൽ അകപ്പെടുത്തി കെണിക്കകത്ത് വീണ് പോയ ചിലരുണ്ട്. ആമേൻ. ചില കെണിക്കകത്ത് വീണ്, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് ഇങ്ങനെ ഇതൂത് പറയാൻ, കെണിയിലും കുരുക്കിലും വീണുപോയവരുണ്ട്. വീണുപോയവര് കർത്താവ് പറയുന്നു, ആ കെണി പൊട്ടിച്ച് ദൈവം പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇതൊരു കെണിയാണ്, ഇത് ചതിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവിടെ നിൽക്കരുത്. വിളിക്കേണ്ടവരെ നോക്കി വിളിച്ചോണം, യേശുവേ നോക്കി വിളിച്ചോണം, അവൻ കര കയറ്റും. ഹല്ലേലൂയ. ഇതെന്റെ അവസാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കണ്ട. എഴുന്നേറ്റോ, എൻ്റെ ദൈവമേ എന്നെ ഒന്ന് വിടുവിക്കണമേ, എനിക്ക് രക്ഷ തരണമേ, യേശുവേ നീ എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് കർത്താവിന്റെ കാൽക്കലോട്ട് വീണോ, നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവം നിങ്ങൾക്കൊണ്ടൊരു ദൂതനെ അയക്കും. നിങ്ങളുടെ കുരുക്കഴിക്കാൻ ദൈവം ദൂതനെ അയക്കും, അഭിഷിക്തന്മാരെ അയക്കും, സന്ദേശമായി വിശ്വസിക്കാനുള്ള വചനം ദൈവം തരും. ആ വചനം നിങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിങ്ങളെ കെട്ടിയ കെട്ടെല്ലാം അഴിയും. പിശാച് ഇരുട്ടുകൊണ്ടും കെണി കൊണ്ടും പ്രലോഭനം കൊണ്ടും പാപം കൊണ്ടും അഡിക്ഷൻ കൊണ്ടും അശുദ്ധി കൊണ്ടും ഒക്കെ കെട്ടിയ കെട്ടുകളുണ്ടല്ലോ, അതെല്ലാം ഈ വചനം കൊണ്ട് ദൈവം അഴിക്കും. ആമേൻ.
ആ വചനം ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കെണി പൊട്ടി നിങ്ങൾ പുറത്തു വരും. ശത്രുവിന്റെ പല്ലുകൾക്ക് ദൈവം നിങ്ങളെ ഇരയാക്കി കൊടുക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് ശക്തനാണ് നിങ്ങളെ വിടുവിച്ചെടുക്കുവാൻ. കർത്താവ് പറയുന്നൊരു വാക്ക് യോഹന്നാൻ സുവിശേഷം 10:28 വാക്യം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കില്ല. നിങ്ങൾ യേശുവിൻ്റെ കയ്യിൽ വന്നോ? യേശുവിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ മടങ്ങി വന്ന ആടുകളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയില്ല. അവൻ പിശാച് പറയും, എൻ്റെ വകയാണ്, എൻ്റെ അവകാശമാണ്, ഞാൻ അഡിക്റ്റ് ആക്കിയതാണ്, അവൻ മനസ്സോടെ എന്നെ ഏൽപ്പിച്ചതാണെന്നൊക്കെ പറയും. പക്ഷേ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾ യേശുവിൻ്റെ കയ്യിൽ നിങ്ങളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റില്ല. ആ കരങ്ങളിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട്. ആ കരങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. ആ കരങ്ങൾ ബലമുള്ള കരങ്ങളാ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിയുന്ന, അന്ത്യത്തോളം നിങ്ങളെ വഴി നടത്തുന്ന, ഗൈഡ് ചെയ്യുന്ന കരമാണ്, ശക്തിയുള്ള കരമാണ് ദൈവത്തിൻ്റെ കരം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എബ്രായ ലേഖനം 7:25, അതുകൊണ്ട് താൻ മുഖാന്തരമായ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു പ്രാപ്തനാകുന്നു. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളവനെ, യേശു മുഖാന്തരം ദൈവത്തിങ്കിലേക്ക് ചെല്ലുന്നവനെ പൂർണ്ണമായി രക്ഷിക്കാൻ യേശു ശക്തനാണ്, പ്രാപ്തനാണ്. ഹല്ലേലൂയ. റോമാലേഖനം 8:31-32 വാക്കുകൾ വായിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? അതെ, ദൈവം സകലതും നന്മയ്ക്കായി ചെയ്യും. ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലം ഒന്നുമില്ല. ഹല്ലേലൂയ. പിശാചിന്റെ ഒരു പദ്ധതിക്കും തന്ത്രങ്ങൾക്കും ദൈവം വിട്ടുകൊടുക്കില്ല. ദൈവം അനുകൂലമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ കർത്താവേ, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ മക്കൾക്ക് കർത്താവ് തന്നെ ഒരു വിടുതൽ നൽകണതിനായി പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ ഒരു പദ്ധതിയും ഈ കുടുംബത്തിൽ നടക്കരുത്. അവൻ കൊണ്ടുവന്ന ഭിന്നതയാകട്ടെ, അനാരോഗ്യങ്ങളാകട്ടെ, കർത്താവ് തകർച്ചകളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, കുരുക്കുകളാകട്ടെ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യമുണ്ടാകട്ടെ. മക്കളുടെ മേൽ ദൈവികമായ ഒരു ജയമുണ്ടാകട്ടെ. കർത്താവെ, ചില കെണികൾക്കകത്ത് തലമുറകൾ പെട്ട് ഹൃദയം പെടയുന്ന ചില അമ്മമാര്, പിതാക്കന്മാർ, അവർക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ തലമുറകളുടെ പെട്ടുപോയല്ലോ എന്ന് കണ്ട് വേദനിക്കുന്ന കർത്താവ് ഹൃദയങ്ങളെ കർത്താവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവരുടെ കെണികളിൽ നിന്ന് കർത്താവ് അകപ്പെട്ടു പോകാൻ ദൈവം വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുവിച്ചു കൊണ്ടുവരും, അത്ഭുതം ചെയ്യണം. ഈ മക്കളുടെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം. കർത്താവ് അത്ഭുതം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വൻ കാര്യങ്ങളെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം പതിവ് പോലെ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.